നമസ്കാരം. മലയാളത്തിൽ നിരവധി ഹിറ്റ് കഥാപാത്രങ്ങൾ ചെയ്തൊരു നടിയാണ് രഞ്ജിനി. ചിത്രം എന്ന സിനിമയിൽ ലാലേട്ടനോടൊപ്പം നിറഞ്ഞാടിയ കല്യാണി എന്ന കഥാപാത്രം, രഞ്ജിനി എന്ന നടി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്നതിൽ ലാലേട്ടനോടൊപ്പം തന്നെ സുമിത്രയായിട്ട് തകർത്ത് അഭിനയിച്ചിരുന്നു. സ്വാതി തിരുനാൾ എന്നൊരു ഹിറ്റ് സിനിമയിൽ സുഗന്ധവല്ലി എന്നൊരു കഥാപാത്രത്തിലൂടെ ഇപ്പോഴും നിരവധി പേരുടെ മനസ്സിൽ ആ ഒരു കഥാപാത്രം നിറഞ്ഞു നിൽപ്പുണ്ട്. കോട്ടയം കുഞ്ഞച്ചേരിലെ മോളിക്കുട്ടി മമ്മൂക്കായോടൊപ്പം തന്നെ അഭിനയിച്ചു. അങ്ങനെ നിരവധി ഹിറ്റ് സിനിമകൾ നൽകിയ ഒരു നടിയാണ് രഞ്ജിനി എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത്, അവരോടൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനായിട്ട് ഞാനൊരു പ്രോജക്റ്റ് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇവർ അഭിനയിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ആങ്ഷ്യസ് ആയിരുന്നു. സാധാരണഗതിയിൽ ഈ പഴയകാല നടികളൊക്കെ ഇന്ന് സിനിമയിലോ സീരിയലിലോ വരുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ട് ഇത്തിരി തലക്കന വിടും. കാരണം അവരുടെ എക്സ്പീരിയൻസ്, സീനിയോറിറ്റി ഇതൊക്കെ ഒരു കാരണമാണ്. അത് ബോധപൂർവ്വം അല്ലെങ്കിലും അറിയാതെ പോലും അവർ അങ്ങനെ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ജാട എന്ന് പറയും, ജാട എടുക്കേണ്ടി വരും. ഞാൻ പല നടികളോടൊപ്പം അഭിനയിച്ച സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒഴിവ് സമയങ്ങളിലൊക്കെ അവർ പെട്ടെന്ന് അവർ അസിസ്റ്റൻറ്റിനോടൊപ്പം ശീതീകരിച്ച മുറിയിലിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും അവർക്ക് അവരുടെ സുഖ തളങ്ങളിൽ അവർ സമയം ചെലവഴിക്കുക. ഷോട്ട് കഴിഞ്ഞാൽ അധികമൊന്നും പുതിയ താരങ്ങളോടൊപ്പം ഒന്നും മിങ്കിൾ ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഈ ഒരു പ്രതീക്ഷയോടെയാണ് ലൊക്കേഷനിൽ ചെന്നത്. ഇവരും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ചെന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ അവർ വരുന്നതിന് മുമ്പ് പലരോടും ചോദിച്ചു, എങ്ങനെയുണ്ട് രഞ്ജിനി, എങ്ങനെയുണ്ട്? കാരണം ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ്. ചിത്രത്തിൽ ഈ പറഞ്ഞ പോലെ കല്യാണി, എനിക്ക് അവരെ കാണാൻ വേണ്ടി ഒത്തിരി ആങ്ഷ്യസ് ആയിരുന്നു ആ ലൊക്കേഷൻ ചെല്ലുന്നതിന് മുമ്പ്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, അവർ വളരെ സിമ്പിളായിട്ടൊരു സ്ത്രീയാണ്. ശരിയാണ്, ഞാനും കണ്ടതാണ്. കഴിക്കുന്ന സമയത്തൊക്കെ മറ്റ് നടികൾ, ഇപ്പം പഴയ കാല നടികൾ ഇപ്പം ലൊക്കേഷനിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ അവരൊരിക്കലും ഇന്നത്തെ താരങ്ങളോടൊപ്പം ഒന്നും അധികം കഴിക്കാറില്ല. അവർ അവരുടേതായ ഒരു തളത്തിൽ പോയിരുന്ന് അസിസ്റ്റൻ്റ് ആഹാരം കൊണ്ട് കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കാറാണ് പതിവ്. പക്ഷേ ഇവർ എല്ലാവരോടും ഒപ്പം തന്നെ ഇരുന്ന് സാധാരണക്കാർ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർ കഴിക്കുകയും ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ഉടനെ അവർ മുറിയിൽ പോയിരിക്കുക, അത് അവിടെ തന്നെ നിൽക്കുകയും, അങ്ങനെ എല്ലാം കൊണ്ടും ആ ലൊക്കേഷനിൽ സഹകരിക്കുന്ന ഇവരെ കണ്ടപ്പോൾ എനിക്ക് വലിയ അതിശയം തോന്നി. കാരണം അത് പലരും കണ്ടുപിടിക്കേണ്ടതാണ്. ഇവർക്ക് എന്തുകൊണ്ടും ഞാൻ പറഞ്ഞാൽ അഹങ്കരിക്കാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കലാപ്രവർത്തനത്തിലും അവരുടെ ജോലിയിലും ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ അവർ തീർച്ചയായിട്ടും അവർക്ക് അഹങ്കരിക്കാം. പക്ഷെ അവർ അഹങ്കരിക്കാതെ അവർ ഇത്രയും ഒരു സിമ്പിളായിട്ട് ഇടപെടുന്ന കണ്ടപ്പം അത് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം എന്ത് നേടിയാലും നമ്മൾ തലക്കന വിടുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മൾക്ക് ഒരു വിലയും തരില്ല. നമ്മൾ എത്ര നേടും തോറും അത്രയും താണ് നമ്മൾ ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ജീവിക്കും മാത്രമേ സമൂഹം നമ്മളെ അംഗീകരിക്കത്തുള്ളൂ. ഈ രഞ്ജിനിയുടെ ജീവിതം, അവരുടെ ഇടപെടലിലെ ഒരു വലിയൊരു പാഠമാണ് ഇന്നത്തെ തലമുറയ്ക്ക്. എന്തായാലും അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ എനിക്ക് ശരിക്കും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. അത്രമാത്രം സിമ്പിൾ, ഡൗൺ ടു എർത്താണ് അവർ. ഇനിയും എന്താ പറയുക, ഒരുപാട് കഥാപാത്രങ്ങൾ അവരെ തേടി വരട്ടെ. മലയാള സിനിമയിൽ ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ അവർക്ക് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പറയാൻ കഴിയുമോ? ആണോ?